സൗദി വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരട്ടെ. ഇദ്ദേഹത്തെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഓരോ വർഷവും ഞാൻ സൗദി വിസിറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൽ വരുന്ന മാറ്റം എന്നിലും വലിയ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിയാസിനെ കുറിച്ചാണ്. ഷിയാസ് എറണാകുളത്തുകാരനാണ്. ഹായ് ഷിയാസ്. ഹായ് സാർ. ഷിയാസിൻ്റെ ബിസിനസ് ജീവിതം എങ്ങനെ ആരംഭിച്ചു ഇതിനെക്കുറിച്ചൊന്ന് പറയാം. സാർ, ഞാൻ ആദ്യം സൗദിയിലേക്ക് എത്തുന്നൊരു 16 വർഷം മുന്നെയാണ്. ഞാൻ എൻ്റെ സൗദിയിലെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് HSC ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ജുബൈലിലാണ് ഞാൻ ഫസ്റ്റായിട്ട് വരുന്നത്. ഞാൻ അവിടെ അറാംകോയുടെ പ്രോജക്റ്റിലേക്ക് HSC ഓഫീസറും HSC സൂപ്പർവൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ റിയാദിലൊരു അറാംകോയുടെ പ്രോജക്റ്റ്, ഒരു റിസർച്ച് സെൻറ്ററിൻ്റെ, പെട്രോളിയം റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു പ്രോജക്റ്റ് വരികയും അപ്പോൾ അതിലേക്ക് ഈ അറാംകോ സർട്ടിഫിക്കേഷനുള്ള ആളുകളെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ റിയാദിൽ എത്തിപ്പെടുന്നത്. റിയാദിൽ 2014 ലാസ്റ്റോടുകൂടി നമ്മളുടെ പ്രൊജക്റ്റ് കഴിയുകയും പിന്നീട് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഈ മേഖലയിലേക്ക്, സ്പെഷ്യലി കൺസ്ട്രക്ഷൻ, ലേബർ സപ്ലൈ എന്നുള്ള മേഖലയിലേക്ക് നിങ്ങളെ വരാൻ പ്രേരിപ്പിച്ച കാര്യം എന്താ? സാറേ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു ജോബ്, അപ്പോൾ ഹൈ സാലറി ജോബ് എന്നുള്ളൊരു സംഭവം നാട്ടിൽ നിന്ന് നമ്മളിതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് HSC, അതായത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ഒരു ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടാണ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എത്തിപ്പെടുന്നതും ഫസ്റ്റ് ഈ അറാംകോയുടെയൊക്കെ പ്രൊജക്റ്റ്, മാസീവായിട്ടുള്ള പ്രൊജക്റ്റ്, ഈ പെട്രോ കെമിക്കൽ പ്രൊജക്റ്റുകളിൽ കൂടെയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കോണ്ടാക്ട്സുകളും നമ്മൾക്കറിയാവുന്നതും നമ്മളുടെ എക്സ്പീരിയൻസും എല്ലാം അതുപോലത്തെ ഒരു ഫീൽഡിലായി. വർക്ക് ചെയ്യുന്ന സമയത്ത് മുതൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കോൺട്രാക്ടേഴ്സും പല ടൈപ്പുള്ള വെൻഡേഴ്സൊക്കെ ഈ പ്രൊജക്റ്റുകളിൽ കൂടെ വരുന്നതും ഡീൽ ചെയ്യുന്നതും പല അച്ചീവ്മെൻറ്റുകളൊക്കെ. അപ്പോൾ അന്നേ മുതലുള്ള ഒരു വലിയൊരു പാഷൻ, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ വലിയ പ്രൊജക്റ്റുകളുടെ ഒക്കെ ഭാഗമാകുക, അതിൽ ഇതുപോലെ ഒരു വാല്യൂ ഉള്ള വെൻഡർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറൊക്കെ ആയി മാറുക എന്നുള്ളത്. അപ്പോൾ ഇത്ര വലിയ സ്വപ്നമായിട്ട് ഇറങ്ങിയപ്പോൾ ആദ്യകാലത്തിൽ എന്ത് വലിയ വെല്ലുവിളികളാണ് നേരിട്ടിട്ടുള്ളത്? ഞങ്ങൾ ഫസ്റ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയൊക്കെ ഇവിടെ കൊളാപ്സായി. നമ്മൾക്ക് തന്നെ അറിയാവുന്ന, ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത ഒരു കമ്പനിയിലാണ്, ഒരു കൊറിയൻ കമ്പനിയിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കമ്പനി ഇവിടെ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അവർ ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് പോവുകയും ഞങ്ങളൊരു വലിയ എമൗണ്ട് അവിടെ സ്റ്റക്കാവുകയും ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നീട് ഒരു 1-2 വർഷമൊക്കെ എടുത്തു അതിൽ നിന്ന് സർവൈവ് ചെയ്യാനും. പിന്നെ 2 വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തപ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്കൊരു സ്കില്ല്, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത എഫേർട്ടും ആ ഓട്ടത്തിനിടയിൽ ആ പ്രോബ്ലം സോൾവായി. പിന്നെ ഓട്ടോമാറ്റിക്കലി അതൊരു റെയിലിലേക്ക് കയറി ആ ബിസിനസ് നോർമൽ രീതിയിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ കമ്പനികൾക്ക്, ഏതൊക്കെ പ്രൊജക്റ്റുകൾക്ക് നിങ്ങൾ ഇൻവോൾവ്ഡ് ആണ്? റിയാദ് മെട്രോയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. കെദിയലുണ്ട്, ദരയലുണ്ട്, റെഡ് സീ പ്രോജക്റ്റിലുണ്ട്. പിന്നെ കുറച്ച് ഫാക്ടറികളാണ് മാനുഫാക്ചർ, ഹിറ്റാച്ചി, ABB, അതുപോലത്തെ കുറച്ച് സാംസങ് ഒക്കെ ഉൾപ്പെടെയുള്ള പല മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഞങ്ങളെ ക്ലയൻസാണ്. ഒരു നല്ല തൊഴിലാളിനെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും മാനദണ്ഡം ഉപയോഗിക്കുന്നു? തീർച്ചയായിട്ടും നൈസ് അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മൾ അവരെ കറക്റ്റായിട്ട് നൈസ്, അവരുടെ നീഡ്, കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ കമ്പനിക്ക് അതുപോലെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കമ്പനിയുടെയും അതുപോലെ ഈ പറഞ്ഞ എംപ്ലോയിയുടെയും സെൻട്രലാണല്ലോ. അപ്പോൾ കറക്റ്റ് ആ കമ്പനിക്ക് വേണ്ട ആൾ തന്നെയാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. നേരത്തെയാണെങ്കിൽ നമ്മളത് നോക്കില്ലായിരുന്നു, വന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ജോബ്. അപ്പോൾ അത് ഞങ്ങളെ ക്ലയൻറ്റ് റിലേഷനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പിന്നെ നമ്മളത് മാറ്റി, നമ്മളുടെ പോളിസികളൊക്കെ മാറ്റി. ഇപ്പം 300 മുതൽ 1000 ആളുകളൊക്കെ ഇങ്ങനെ ലേബർ സപ്ലൈ ചെയ്യുമ്പോൾ അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുന്നത്? അതിന് കറക്റ്റ് ഞങ്ങൾക്ക് ഡെലിഗേറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് പല നാഷണാലിറ്റിയിലുള്ള ലേബേഴ്സാണുള്ളത്, സ്കിൽഡ് ടെക്നീഷ്യൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു നാഷണാലിറ്റി അനുസരിച്ച്, ഇപ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ തന്നെ ഇവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ടീമുണ്ട്. പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഏത് നാഷണാലിറ്റി ആണോ അതനുസരിച്ച് അവരെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഡെലിഗേറ്റ് ടീമുണ്ട് നമുക്ക്. കസ്റ്റമേഴ്സിനായിട്ടൊക്കെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത്?
മൾട്ടിനാഷണൽ കമ്പനികളായിട്ടാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിലിവിടെ സൗദിയിൽ വരുന്ന ഈ കമ്പനികൾ വൺസ് ഞങ്ങളുമായി ഡീല് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ വീണ്ടും റിട്ടേൻഷൻ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അത് ഡെലിവറി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ഞങ്ങളുടെ ആക്യുറസി കൊള്ളാമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സൗദിയിൽ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വരാണ്, വിഷൻ 2030 ഭാഗമായിട്ട്. നിങ്ങൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നത്? വിഷൻ 2030 ഒക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സൗദി ഗ്രോ ചെയ്യുന്നു, പുതിയ പുതിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തേൽ നിന്നും കൂടുതലായിട്ട് പുതിയ പുതിയ പ്രോജക്റ്റുകളും വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഇതിൽ പല പ്രൊജക്റ്റുകളിലൊക്കെ ഞങ്ങൾക്കും ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് ഇതുപോലെ ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നു. ഇത് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങളൊക്കെ എല്ലാം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ മാറ്റങ്ങൾക്ക് നിങ്ങളും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്? കൂടുതൽ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കും എൻക്വയറികളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റാത്ത കേസുകളൊക്കെ ഞങ്ങൾ ഇനിഷ്യലി തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മളൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഒരു കുറച്ച് വർഷത്തേക്ക് എന്തായാലും ഒരു 10 വർഷവും മേളിലേക്ക് ഇവിടെ മാസീവായിട്ടുള്ള പ്രൊജക്റ്റുകളും കൺസ്ട്രക്ഷനൊക്കെ എന്തായാലും ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്കെയിലപ്പും ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ നിങ്ങളെ ബിസിനസ്സിനെ ഏത് രീതിയിലാണ് കാണുന്നത്? എങ്ങനെയായിരിക്കും അത്? സൗദി ഒരു 100x മേളിൽ ഗ്രോ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോയിൽ ഞങ്ങളും ഗ്രോ ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളും. അതിനുള്ളൊരു വിഷനും പ്ലാനിങ്ങും ഒക്കെ ആയിട്ടാണ് ഞങ്ങളും പോകുന്നത്. നിങ്ങളുടെ ബിസിനസ് വ്യക്തിപരമായ വിജയത്തിനപ്പുറം സമൂഹത്തിന് എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ് വഴി എത്രയോ ആളുകൾ ജോബ് ചെയ്യുന്നു. അവരുടെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി കൊണ്ടുപോകാനും ആ രീതിയിൽ, അതുപോലെ ഒരു വലിയ വേൾഡ് ഇവിടെ ഒരു റെവല്യൂഷനല്ലേ നടക്കുന്നത്. സൗദി അറേബ്യയിൽ ഒരു റെവല്യൂഷൻ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ പാർട്ടാണ്. അതൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ വളരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾക്കൊരു സന്ദേശം കൊടുക്കാനുള്ളത്? ഇവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് എ റൈറ്റ് ടൈം. ഈ മാർക്കറ്റിൽ ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ നിഷ്, അവിടെ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും, പ്രത്യേകിച്ച് ദുബായ്, പല GCC കൺട്രികളിൽ നിന്നും ഇപ്പോൾ കുറേ അധികം എക്സ്പെഷ്യലി മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ പങ്കുവച്ചതിനും പ്രചോദനാത്മകമായ കാര്യങ്ങൾ പറഞ്ഞതിനും, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സൗദിയുടെ വളർച്ചയ്ക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. താങ്ക് യു. ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ഓരോ വർഷം ഞാൻ വരുമ്പോഴും വലിയ മാറ്റങ്ങളാണ് ഷിയാസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നും ഇനിയും കൂടുതൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയട്ടെ. കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.